CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് ജൂലൈ മധ്യത്തോടെ തുറന്നുകൊടുക്കും. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ ബ്ലോക്ക് തുറക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് നേരെ PC ജോർജ് തോക്കെടുത്ത നടപടി പ്രാകൃതവും കിരാതവുമാണെന്ന് PK ശശി MLA. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ കുടുംബസംഗമം നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലും BRCയിലും മോഷണ ശ്രമം. ഓഫീസ് മുറി കുത്തിത്തുറന്ന് അലമാരകൾ തകർത്തു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നഴ്സുമാർ അനിശ്ചിതകാല സമരം തുടരുന്നു. സംസ്ഥാന വ്യാപകമായി UNA നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായാണിത്. വിശദമായ വാർത്തകളിലേക്ക്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് ജൂലൈ മധ്യത്തോടെ തുറന്നുകൊടുക്കും. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ ബ്ലോക്ക് തുറക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. ജൂലൈ മധ്യത്തോടെ കുട്ടികളുടെ OPയും IPയും സ്ത്രീകളുടെ OPയും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാവുമെന്നാണ് പ്രതീക്ഷ. ഇതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് മാത്രമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗം അടിയന്തരമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തു. കരാറടിസ്ഥാനത്തിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് അത്യാവശ്യ ജീവനക്കാരെയും ജില്ലാ പഞ്ചായത്ത് നിയമിച്ചുകൊണ്ട് പുതിയ വാർഡുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റയടിക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും OPയും IPയും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ കുട്ടികളുടെ OPയും IPയും സ്ത്രീകളുടെ OPയും ഒരു മാസത്തിന് ശേഷം ഗൈനക്കോളജി IPയും മാറ്റുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. ഈ കെട്ടിടം പ്രവർത്തന സജ്ജമാകുന്നതോടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ തിരക്കിന് ഒരു പരിധിവരെ ആശ്വാസമാകും എന്നാണ് പ്രതീക്ഷ. CCN ന്യൂസ് പെരിന്തൽമണ്ണ. സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് നേരെ PC ജോർജ് തോക്കെടുത്ത നടപടി പ്രാകൃതവും കിരാതവുമാണെന്ന് PK ശശി MLA. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ കുടുംബസംഗമവും യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്ന പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാംഗം എന്ന നിലയിൽ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. തോട്ടം മുതലാളിമാരുടെ മർദ്ദനവും പീഡനവും അതിജീവിച്ച് ഉയർന്നു വന്നതാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ. PC ജോർജിന്റെ ഇത്തരം നടപടി പഴയ തൊഴിലാളി വിരുദ്ധതയുടെ ബാക്കിപത്രമാണെന്നും PK ശശി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാംഗം പോകുന്ന സ്ഥലത്തൊക്കെ നിയമസഭാംഗം പറയുന്നതൊക്കെ അപ്പടി ശരിയാന്ന് അംഗീകരിക്കുന്ന ഒരു ജനതയൊന്നുമല്ല നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമസഭാംഗങ്ങളെയും പാർലമെന്റ് അംഗങ്ങളെയും മന്ത്രിമാരെയൊക്കെ കണ്ട നാട്ടിൽ ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പോ ജനങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. അപ്പൊ MLA പോയി എന്നുള്ളത് കൊണ്ട് ആളുകൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാതിരിക്കില്ല. ഇവിടെ PC ജോർജ് മുണ്ടക്കയത്ത് പോയപ്പോ അദ്ദേഹം എടുത്ത നിലപാടിനെതിരായി കുറെ ആളുകൾ അവിടെ തൊഴിലാളികൾ പ്രതികരിച്ചു. അങ്ങനെ തൊഴിലാളിക്ക് പ്രതികരിക്കാൻ പാടില്ല എന്നുണ്ടോ? അവർക്കെതിരായി തോക്കെടുത്തത് ഏറ്റവും പ്രാകൃതമായ ഏറ്റവും കിരാതമായ നടപടിയാണ്. ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഗുണ്ടായുസങ്ങളും തോട്ടം മുതലാളിമാരും കങ്കാണിമാരും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലാളികളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ പഴയതിന്റെ ചില നീക്കിവാക്കി ഇപ്പോഴും പല രംഗത്തും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ കൂടുതൽ ജാഗരൂകമാകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ, ജില്ലാ പ്രസിഡന്റ് ഗോകുലപാലൻ, സെക്രട്ടറി രാമദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം രാമചന്ദ്രൻ, P ജയചന്ദ്രൻ, K സുകുമാരൻ, K രാകേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN ന്യൂസ് കടമഴിപ്പുറം. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലും BRCയിലും മോഷണ ശ്രമം. ഓഫീസ് മുറി കുത്തിത്തുറന്ന് അലമാരകൾ തകർത്തു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലും BRCയിലും മോഷണ ശ്രമം നടന്നു. ഓഫീസ് മുറി കുത്തി തുറന്ന് എല്ലാ അലമാരിയുടെയും വാതിലുകൾ തകർത്തു. സാധനങ്ങൾ വലിച്ചു വാരിയിട്ടുണ്ടെങ്കിലും കാര്യമായൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ക്യാമറ മാത്രമാണ് മോഷണം പോയത്. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചാണ് പൂട്ടുകളും അലമാരിയും കുത്തി തുറന്നിരിക്കുന്നത്. മോഷണത്തിനുപയോഗിച്ച ഇരുമ്പ് ദണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷവും സമാനമായ മോഷണം നടന്നിരുന്നു. അന്ന് കമ്പ്യൂട്ടറുകൾ നഷ്ടപ്പെട്ടെങ്കിലും അന്വേഷണം എവിടെയും എത്തിയില്ല. മുൻവർഷങ്ങളിലെ മോഷണ ശ്രമങ്ങളെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു മോഷണ ശ്രമം കൂടി സ്കൂളിൽ നടന്നിരിക്കുന്നത്. BRC കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പും കഴിഞ്ഞ ദിവസം നടന്ന മെഡിക്കൽ ക്യാമ്പിന് കൊണ്ടുവന്ന ഉപകരണങ്ങളും വലിച്ച് പുറത്തിട്ടുണ്ടെങ്കിലും അതൊന്നും മോഷ്ടാക്കൾ കൊണ്ടുപോയില്ല. സ്കൂളിൽ തുടർച്ചയായി മോഷണ ശ്രമം നടക്കുന്നതിന്റെ ആശങ്കയിലാണ് സ്കൂൾ അധികൃതർ. വ്യാഴാഴ്ച രാത്രി നടന്ന മോഷണ ശ്രമത്തിന്റെ ഭാഗമായി തകർത്ത അലമാരികൾ പുനഃസ്ഥാപിക്കാനുള്ള പണം കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്നും ഇപ്പോൾ സംഭവിച്ച നാശനഷ്ടങ്ങളാണ് സ്കൂളിന് വലിയ ബാധ്യത സൃഷ്ടിക്കുകയെന്നും അവർ കൂട്ടിച്ചേർത്തു. രാവിലെ ആദ്യം വന്നത് പ്യൂണാണ്, അതായത് ഓഫീസർ അറ്റൻഡന്റ്. വന്നപ്പോഴാണ് ഇവിടെ വാതിലൊക്കെ തുറന്നിരിക്കുന്നു എന്ന് കണ്ടത്. അപ്പോൾ വാതിലൊക്കെ തുറന്ന് മറ്റേ ജനലും സ്റ്റാഫ് റൂമിൻ്റെ ജനലും തുറന്നപ്പോഴാണ് അവിടെ അലമാരയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്ത് വന്ന് ഇതായിട്ട് PTA പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സീനിയർ അസിസ്റ്റന്റും ഞാനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അകത്ത് കയറിയിട്ട് എന്താ പോയിട്ടുള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പോയി പ്രത്യക്ഷത്തിൽ പോയിട്ട് ഞങ്ങളുടെ ഒരു ക്യാമറ, സ്കൂളിൻ്റെ ഒരു ക്യാമറ ഉണ്ട്, സോണി കമ്പനിയുടെ ക്യാമറ. അതാണ് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കാണാനുള്ളൂ. ബാക്കി ഇനി തിരഞ്ഞാലേ പറ്റുള്ളൂ. പിന്നെ സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ അതേപോലെ ഇരിക്കുന്നുണ്ട്. എല്ലാം വാരി വലിച്ചിരിക്കുന്നു. അതിലേറെ നഷ്ടം ഗോദ്രേജിൻ്റെ കൂട്ടാണ് തല്ലിപ്പൊളിച്ചിട്ടുള്ളത്. അത് അന്ന് വാങ്ങുമ്പോൾ തന്നെ 800 രൂപയോളം ഉണ്ട്. പിന്നെ അലമാരകൾ മൊത്തം കെടുവിട്ടിരിക്കും. അതെല്ലാം നേരെയാക്കണമെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു സംഖ്യ വരും. ഈ ഒരു സാധാ ഗവൺമെൻറ് സ്കൂളിൽ ഒരു ഫണ്ടും ഇല്ലാത്ത സമയത്ത് അതൊക്കെ ഇങ്ങനെ ഭയങ്കര നഷ്ടമായിട്ടാണ്, വലിയ നഷ്ടമാണ് സംഭവിച്ചത്. കഴിഞ്ഞ വർഷം കയറിയിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അല്ലാതെ ഇങ്ങനെ അലമാരയൊന്നും പൊളിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ കയറിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കമ്പ്യൂട്ടർ ലാബ് തുറക്കാനാണ് നോക്കിയിരുന്നത്. അന്ന് തുറക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷം. അതിന് മുമ്പ് കയറിയിട്ട് 2-3 കമ്പ്യൂട്ടറാണ് കൊണ്ടുപോയത്. അത് ഒന്ന് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു പോലീസ്. ആളെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ചെർപ്പുളശ്ശേരി ഹരിത മിഷന്റെയും ശുചിത്വ മിഷന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഴക്കാല രോഗപ്രതിരോധ വാർഡുതല ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ചെർപ്പുളശ്ശേരി ഹൈസ്കൂളിലെ സ്പോർട്സ് വിദ്യാർത്ഥികളും. മഴക്കാല രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ശുചീകരണം. വാർഡ് കൗൺസിലറായ C. കുഞ്ഞിക്കണ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഇതിനോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടലും വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. വിദ്യാർത്ഥികളെ കൂടാതെ ആശാപ്രവർത്തകരും PT മാസ്റ്റർ നന്ദഗോപൻ, ഹൈപവർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾ സജ്ജരാകണമെന്നും ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ PT മാസ്റ്റർ നന്ദഗോപൻ അറിയിച്ചു. ശുചിത്വ യത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെർപ്പുളശ്ശേരിയിലെ കായിക താരങ്ങൾ അവരുടെ കായിക പരിശീലനത്തിനോടൊപ്പം തന്നെ സാമൂഹ്യ സേവനവും ഒരു ഭാഗമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ശുചിത്വ യത്നത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടിരിക്കുന്നത്. അത് നമ്മുടെ വാർഡിലെ തന്നെ, നമ്മുടെ നഗരസഭയിൽ തന്നെ ഒരു 1ാം വാർഡിലാണ് നമ്മളതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ കായിക താരങ്ങളുടെ കായിക രംഗത്തുള്ള വളർച്ചയോടൊപ്പം തന്നെ ഒരു സാമൂഹികമായിട്ടും അവരുടെ ഒരു പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നതിന് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. CCA ന്യൂസ് ചെർപ്പുളശ്ശേരി. തുമ്പപ്പൂ വിപ്ലവത്തിനൊരുങ്ങി കൊപ്പം പുലാമന്തോൾ പാലൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ ഔഷധത്തോട്ടങ്ങളിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ തുമ്പപ്പൂ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഓണക്കാലത്തെ വരവേൽക്കാൻ സ്കൂളിലെങ്ങും തുമ്പപ്പൂ വിരിയിക്കാനൊരുങ്ങുകയാണ് പുലാമന്തോൾ പാലൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ ഔഷധോദ്യാനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് തുമ്പച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. കർഷകനായ ചോലപ്പറമ്പത്ത് ശശിധരനും സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്ദേഹത്തിന്റെ മകൻ അഭിലാലും ചേർന്നാണ് ഇതിനാവശ്യമായ 2000-ഓളം തുമ്പച്ചെടികൾ സമ്മാനിച്ചത്. വേരറ്റ് പോകുന്ന സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ് തുമ്പച്ചെടി സംരക്ഷിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ശശിധരൻ പറഞ്ഞു. പുലാമന്തോൾ കൃഷി ഓഫീസർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു. നമ്മുടെ പറമ്പുകളിലും വീടുകളിലും മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ അന്യം നിന്ന് പോയി.
ധാരാളം ചെടികൾ നമ്മുടെ മുതുമുത്തശ്ശന്മാർ വല്ലുപ്പന്മാരൊക്കെ പറഞ്ഞ് നമുക്കറിയാം. പണ്ട് നമുക്ക് എന്ത് അസുഖം വന്നാലും അതൊക്കെ തന്നെ മാറ്റാനായിട്ട് നമ്മുടെ തന്നെ പറമ്പുകളിലും വീടുകളിലൊക്കെ തന്നെ ഔഷധ മൂല്യമുള്ള ചെടികൾ ഉണ്ടായിരിക്കും. അതിൻ്റെ സത്ത് പിഴിഞ്ഞെടുത്ത് മരുന്നാക്കി അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോകുന്നതിൽ സ്വാഭാവികമായും മറ്റെല്ലാ ആളുകളെയും പോലെ വിഷമമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് മൂപ്പരുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ലഭ്യമായ തുമ്പച്ചെടി. അതെങ്കിലും അത് കുട്ടികളും സ്കൂൾ പറമ്പുകളിൽ അത് വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റ് കുട്ടികളൊക്കെ തന്നെ അവരവരുടെ വീടുകളിലായിട്ടും വെച്ച് പിടിപ്പിക്കുക. ഇതുപോലെ ഇതൊന്നിലല്ല, ഇതുപോലെ മറ്റിനങ്ങളും അദ്ദേഹം കിട്ടുന്ന മുറക്കി നമുക്കിത് സപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നല്ല അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി, മുളക്, വഴുതനങ്ങ, വെണ്ട, മറ്റ് പല തൈകളും അദ്ദേഹം വീടുകളിൽ നഴ്സറി ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലഭ്യത അനുസരിച്ച് എത്രത്തോളം നമുക്ക് തരാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. മുളകായാലും വെണ്ടയായാലും വഴുതനയായാലും പയറൊക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ വിത്തുകളാണെങ്കിലും. അപ്പോൾ വിത്തുകളായിട്ടും ചെടികളായിട്ടും അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പിന്നീട് നമുക്ക് എത്തിച്ചു തരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പറയുന്ന തുമ്പ, മറ്റ് എന്താ പറയുക, കൊടുവേലി, എന്തൊക്കെയാണ് ഔഷധ സസ്യങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് ലഭ്യമായത് അതൊക്കെ തന്നെ സംരക്ഷിക്കണം. അപ്പോൾ ഈ ഒരു തുമ്പച്ചെടി വെച്ചതുകൊണ്ട് അതെല്ലാം ആവുമോ എന്ന് നിങ്ങൾക്ക് ഒരു ന്യായമായ സംശയം ഉണ്ടായേക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു മോട്ടിവേഷനായി എടുത്തുകൊണ്ട് നമ്മുടെ പറമ്പിലും വീടുകളിലും ഒക്കെ തന്നെ ലഭ്യമായ എല്ലാതരം സസ്യങ്ങളും സംരക്ഷിക്കണം എന്നൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി ഇത് നിങ്ങൾക്ക് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതിനും നിങ്ങളുടെ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി HM വീരാൻ മാസ്റ്റർ, അധ്യാപകരായ ജോളി AM, സീനത്ത്, റഹീം, നാരായണൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഇടവേള.